ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂർ വീഡിയോ ആണ്. കഴിഞ്ഞ എന്റെ വീഡിയോയിൽ കുറച്ച് ഡെക്കർ ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി റൂം ടൂർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഇന്ന് ആ വീഡിയോ ആണ്. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ ഹാളാണുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. ഇപ്പൊ ചൂടായതുകൊണ്ട് അറിയാമല്ലോ, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മുട്ടയിടും. അതുകൊണ്ട് ഇത് ഇപ്പോൾ റെസ്റ്റിലാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു സോഫ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനും വേണമെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. ഒരു റിലാക്സിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ചെറിയ കലാവിരുന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ചെരുപ്പിട്ടോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതായത് ഇവിടെ പറ്റുന്ന ദിവസങ്ങൾ, എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല, പറ്റുന്ന ദിവസങ്ങളിൽ വിളക്ക് വെക്കുന്ന സ്ഥലമാണ്. ഇന്ന് സമയം കിട്ടിയോടെ നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫോട്ടോയും അതുപോലെ നീ വെഞ്ചരിച്ച കൊണ്ടേയും. അപ്പോൾ അത് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഗൈസ് ബട്ടർഫ്ലൈസ് ആണ് കേട്ടെ. ഈ ബട്ടർഫ്ലൈസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ തെമൂന്ന് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡോറിന്റെ ഫ്രണ്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അത്ര ക്വാളിറ്റി ഇല്ലാതെ ചീപ്പ് ക്വാളിറ്റി ആയിരുന്നു. പിന്നെ വലിയ റേറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല. അപ്പൊ അതിന്ന് എടുത്ത ബട്ടർഫ്ലൈസ് ഫുള്ള് ഞാൻ ഇവിടെ വെച്ചു. കാരണം ആ യൂസ് ഞാൻ ഉദ്ദേശിച്ച യൂസ് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു യൂസ് ആക്കി എടുത്തത്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ ഈ സംഭവം എവിടെയോ പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഗ്ലോബൽ വില്ലേജ് ഇപ്പൊ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇനി നമ്മള് നേരെ പോകാൻ പോകുന്ന ഞങ്ങളുടെ റൂമിലേക്കാണ്. അപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് പോയാലോ. ഇത് നോക്കുക ഗൈസ്, അവർ ഹാപ്പി പ്ലേസ്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും ഹാപ്പി പ്ലേസിലേക്കാണ് ഇനി ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് കൊടുത്തോണ്ട് അകത്തേക്ക് കയറാം. വെൽക്കം ടു അവർ റൂം. അപ്പം നമുക്ക് പതുക്കെ ഡോറൊന്ന് ചാരിയേക്കാം. ആദ്യം തന്നെ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ചേട്ടൻ്റെ ഒരു ഫോട്ടോ ആണുള്ളത് കേട്ടോ. ചേട്ടൻ അണ്ടർവാട്ടർ ഡെലിവറാണ്. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭിത്തി ഒഴിച്ച് ബാക്കി എല്ലാ ഭിത്തിക്കും ഫോട്ടോയുടെ സംസ്ഥാന സമ്മേളനമാണ് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട, അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ പ്രിയപ്പെട്ട എല്ലാവരും ഈ റൂമിലുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞങ്ങളുടെ ചെറിയൊരു മിനി, ഞങ്ങളുടെ ഫേവറേറ്റ് കല്യാണ ഫോട്ടോയ്ക്കകത്തുള്ള 2 ഫേവറേറ്റ് ഫോട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറയുന്നത് എന്തേ പ്രശ്നം. അപ്പൊ അത് കാണാണ്ടിരിക്കാൻ വേണ്ടി ഈ ഫോട്ടോ വെച്ചത്. ഈ റെഗുലേറ്ററിന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ചന്ദ്രത്തിൽ കുത്തി വെച്ചാണ് കേസ്. അങ്ങനെ ഉരുകിയത്. സാരി, അങ്ങനെയൊക്കെ ലാഭത്തൊക്കെ പറ്റും. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് ചേട്ടന്റെ മൂത്ത ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തതിലേക്ക് വരുവാണെങ്കിൽ ചേട്ടന്റെ ഫുൾ ഫാമിലി ഇതിലുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത്. താഴേക്ക് വരുവാണെങ്കിൽ ചേട്ടന്റെ നേരെ മൂത്ത പെങ്ങളുടെ ഫാമിലിയാണ് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. കറക്റ്റ്. ഇനി ഇങ്ങോട്ടത്തേക്ക് വരുവാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ തെമൂന്ന് വാങ്ങിച്ച ഐറ്റം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ഈ 2 സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഇവിടെ 20 പ്ലാസിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ, ഈ ഒരു ചെടി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇത് ചേട്ടന്റെ അക്കോമഡേഷനിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മേടിച്ച ക്ലോക്ക് അക്കോമഡേഷന്റെ ഒന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് മേടിച്ച ക്ലോക്കാണ്. അതല്ല, ചേട്ടൻ അക്കോമഡേഷനിൽ ഇങ്ങോട്ട് വന്നപ്പോ എടുത്തിട്ട് വന്നല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടന്റെ സാധനം ചേട്ടൻ അവിടെ നിന്നപ്പോ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. ദെൻ ഇത് ഈ ഒരു ഏരിയ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കേട്ടോ. ഫസ്റ്റ് ഇവിടെ ഞങ്ങളുടെ വെഡിങ്ങിന്റെ ആൽബത്തിന്റെ കൂടെ കിട്ടിയ ഐറ്റംസിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ ഒരു വെഡിങ് കലണ്ടർ എന്ന് വേണമെങ്കിൽ പറയുന്നത്. അത് ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ മാസത്തിന്റെ. പിന്നെ ഇത്
ഈ ഗ്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണ് മനസ്സിലായി. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അത് 2 കപ്പിന്റെ ഫോട്ടോ. അതിൽ ഒരു കപ്പാണിത്, അതായത് എന്റെ കപ്പ്. ചേട്ടൻ ഞാൻ ഓഫീസിൽ പോയ സമയത്ത് താഴെയിട്ട് പൊട്ടിച്ചാണ്. പിന്നെ അത് നല്ല ഫാഷനിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ അത് ഒരു എന്താ പറയാ, ഒരു പോട്ടാക്കി മാറ്റി. ദെൻ ഇനി നമുക്ക് നേരെ മേളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ശരിക്കും ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരെയും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ഫോട്ടോസും ഞാൻ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തത്. ഇതിൽ ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് ഒരേപോലെ പ്രിയപ്പെട്ടത്, അതുകൊണ്ട് എല്ലാവരും ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങളുടെ 2 വലിയ ഫോട്ടോ ഉണ്ട്, കല്യാണ ഫോട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് മുതൽ സേവ് ദ ഡേറ്റ്, കല്യാണം, റിസപ്ഷൻ, പ്രീ വെഡിങ് റിസപ്ഷൻ എല്ലാത്തിന്റെ ഫോട്ടോസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു പസില് പോലെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഫുള്ള് ഫോട്ടോസ് ഉണ്ട്. അതും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ഫോട്ടോസ് ആണ് എല്ലാ ഫോട്ടോസും. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന്റെ എല്ലാ ഫോട്ടോസും നല്ല അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. എല്ലാ ഫോട്ടോയും നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി, നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫോട്ടോയും ഭയങ്കര ഫേവറേറ്റ് ഫോട്ടോസ് ആണ്. അതുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ മിനിയേച്ചർ ആൽബം ആണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇത് എന്റെ വീട്ടിൽ നിന്നുള്ള ആൽബം ആണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേറെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിം, ജസ്റ്റ് ഒരു ഫ്രെയിം. പിന്നെ ഇത് ചേട്ടന്റെ സൈഡിൽ നിന്നുള്ള കല്യാണത്തിന്റെ മിനിയേച്ചർ ആൽബം ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ഒരു സംഭവം, ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണേ ഈ ഒരു സാധനം. പിന്നെ ഇങ്ങോട്ടത്തേക്ക് വരികയാണെങ്കിൽ ഇതും സെയിം, ഞാൻ തെമ്മൂന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു സംഭവം. എന്നിട്ട് ഇതിനകത്തിലെ ഫോട്ടോസ് ഒക്കെ ഞാൻ പ്ലേസ് ചെയ്തതാണ്. ഇതിലും ഞങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോസ് ആണ് എല്ലാം. അതായത് എന്താ ഇപ്പൊ പറയാ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ. അപ്പം അതിന്റെ കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോട്ടോസ് കേട്ടോ. കല്യാണ ഫോട്ടോസ്, സേവ് ദ ഡേറ്റ് ഫോട്ടോസ്, ആ ഫോട്ടോസ്, ഈ ഫോട്ടോസ്, കുറേ ഫോട്ടോസും കുറേ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ടില്, പ്രത്യേകിച്ച് പറയാവുന്നില്ലല്ലോ, ഇതാണ് ഞങ്ങളുടെ കട്ടില്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സമയം കിട്ടുമ്പോഴൊക്കെ സിനിമ കാണാനോ ന്യൂസ് കാണാനോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു പ്രൊജക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങളുടെ സ്റ്റോറേജ് സ്പേസസ് ആണ്. ഇതിൽ ഞങ്ങളുടെ പെട്ടിയും കാര്യങ്ങളൊക്കെയാണ്, അത് ജസ്റ്റ് തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇതിൽ ഞങ്ങളുടെ തുണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ശരിക്കും എൻ്റെ ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഈ ചെയ്തു വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറെ മെറ്റീരിയൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. അതൊക്കെ സൂക്ഷിക്കുന്ന എൻ്റെ സ്ഥലമാണ്. അതായത് എൻ്റെ ഡ്രീമി ഡിസൈനിന്റെ സ്ഥലം. സത്യം പറയുകയാണെങ്കിൽ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ അടുക്കിപ്പെറുക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഇത് ഫുള്ള് വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ എല്ലാം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചു. ഇവിടെ നോക്കുവാണെങ്കിൽ എവിടെ തുടങ്ങണേ? ഇവിടെ ഫസ്റ്റ് എൻ്റെ പ്രിന്റർ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന ശേഷം ഡ്രീമി ഡിസൈൻസിന് ഓർഡറൊക്കെ കിട്ടി തുടങ്ങിയ ശേഷം വാങ്ങിച്ച ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു പ്രിന്റർ എന്ന് പറയുന്നത്. ബ്രദറിന്റെ ഒരു പ്രിന്ററാണ്. നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി ഫോട്ടോസ് പ്രിന്റ് എടുക്കാൻ പറ്റും. ഞാൻ ഈ ഫോട്ടോസ് ഫുള്ള് ഇതിലാണ് പ്രിന്റ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ആദ്യം എനിക്ക് ഓർഡർ കിട്ടിയ സമയത്ത് ഫോട്ടോ പ്രിന്റ് ഒക്കെ പുറത്തുനിന്നായിരുന്നു എടുക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല പൈസ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ടൊരു പ്രിന്റർ മേടിച്ചുകൂടാ, അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു പ്രിന്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഷർട്ട് ഹാമ്പറും കാര്യങ്ങൾക്കൊക്കെ ഓർഡർ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓർഡർ കിട്ടുന്നുണ്ടായിരുന്നു UAE. പിന്നെ കല്യാണം ആയപ്പോഴത്തേക്കും കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഓർഡേഴ്സ് ഒന്നും എടുത്തു തുടങ്ങിയില്ല. എങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം വന്നിട്ട് 1-2 ഓർഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഒരു ഫ്രെയിമിനകത്തില്ല, ഫ്രെയിം പൊട്ടിപ്പോ അതിനകത്ത് ഇരുന്ന ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് ചേട്ടന്റെ കുറെ ടൈമിങ്ങിന്റെ ഫോട്ടോസും പിന്നെ ചേട്ടന്റെ കുറെ ഫേവറേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്ലിപ്പിംഗ് ലൈറ്റ് ഇടാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ അത് അളവ് കറക്റ്റ് ആവാഞ്ഞുകൊണ്ട് ഞാൻ അത് പിന്നെ ഇവിടെ പ്ലേസ് ചെയ്തു. ഇത് സെയിം ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടാഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തതാണ്. പിന്നെ ഇത് എന്റെ ചേച്ചിയാണ്. ഇത് ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ് ലച്ചു.
ഞാൻ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2023 എന്തോ ഉള്ള ഫോട്ടോ ആണിത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എനിക്ക് 2022 3 റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ഏഷ്യ, ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്. അപ്പം ഈ ക്രാഫ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. മാക്സിമം ഗിഫ്റ്റ് ബോക്സസ് മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ യൂസിങ് കളേർഡ് പേപ്പർ. അതായിരുന്നു എൻ്റെ റെക്കോർഡിന്റെ ടൈറ്റിൽ. ഇത്ര ടൈമിനുള്ളിൽ 101 ചെയ്തതിനാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. പിന്നെ ഇത് ആ സമയത്ത് പത്രത്തിൽ വന്ന ന്യൂസ് കട്ടിങ്സും കാര്യങ്ങളും പിന്നെ അതിന്റെ ഗ്രീറ്റിംഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇത് റെക്കോർഡ് കൺഫർമേഷൻ കിട്ടി 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന ഒരു ഇതാണിത്. അതായത് വാലന്റൈൻസ് ഡേയുടെ സമയത്ത് നമുക്ക് ശരിക്കും ഓർഡേഴ്സ് കിട്ടുമായിരുന്നു നാട്ടിലായിരുന്ന സമയത്ത്. അന്നേരം ഞാൻ പഠിക്കുമായിരുന്നു. അപ്പം ആ ഒരു സമയത്തെ ഒരു ന്യൂസ് ആണ് കേട്ടോ ഇത്. അങ്ങനത്തെ കുറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതൊക്കെ എന്റെ ഭയങ്കര ഫേവറേറ്റും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ആണ് ഈ സംഭവമൊക്കെ. അതൊക്കെയാണ് ഈ ഒരു ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതലൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ സെയിം ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ബോക്സസ്, ചാർട്ട് പേപ്പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് എൻ്റെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫുള്ള് മറ്റേ പെൻസിൽ, പേന തുടങ്ങിയ മറ്റേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിനകത്തിൽ ഉള്ളത്. പിന്നെ പിന്നെ എന്തൊക്കെ ഉണ്ട്, പിന്നെ പേപ്പർ കട്ടർ ഉണ്ട്. പിന്നെ ഇത് തുറക്കുവാണെങ്കിൽ ഇതും ഇതിനകത്തിലെല്ലാം ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്കിത് പതുക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഗൈസ് നമ്മുടെ ഓൾഡ് മോങ്ക് അപ്പൂപ്പ ഇരിപ്പുണ്ട്. ഇത് ചേട്ടൻ്റെ ആണേ, ചേട്ടൻ്റെ കുപ്പിയാ. കളഞ്ഞു കിട്ടിയതൊന്നുമല്ല, ഇത് ചേട്ടൻ കുടിച്ച കുപ്പിയാണ്. അപ്പൊ ഇത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ വേറൊരു സംഭവം ഞാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷെ അത് താഴെ വീണപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി. ഇത് കണ്ടോ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അത് പോയി. അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ഫ്ലവർ മാത്രം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചേട്ടന്റെ ഫ്രണ്ടിന്റെ മോന്റെ ആണ് കേട്ടോ. അവനിപ്പോ ഇവിടെ ഇല്ല, ദാവുന്റെ ആണ്. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അപ്പം അവനിപ്പോ നാട്ടിൽ പോയപ്പോ ആ സാധനം ഞാൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവൻ തിരിച്ചു വരുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതിനകത്തിൽ എന്റെ കച്ചറ സാധനങ്ങളൊക്കെയാണ്. അതായത് എന്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഇതിനകത്ത് ഫുള്ള്. പിന്നെ ഇവിടെ കുറച്ച് തുണിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം മേക്കപ്പ് സാധനങ്ങൾ അതൊന്നും കാണിക്കുന്നില്ല. വലിയ മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല, അത്യാവശ്യം ചെറിയ മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ ബാഗ്, ഞങ്ങളെ ജോലിക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ. പിന്നെ ബാഗേജ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. കണ്ടില്ലേ, ചെറിയ ഫ്രിഡ്ജാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫ്രിഡ്ജ്. വലിയ സാധനമൊന്നുമില്ല. ചോറ് ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്, പപ്പടം ഇരിപ്പുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ്, മുട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ബാൽക്കണി. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. തുറക്കണോ ചേട്ടാ? തുറക്കണോ? പൊടിക്കാറ്റ്. കാരണം ഇവിടെ ചൂടായതുകൊണ്ട് പൊടിക്കാറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ ഇനി ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില വൈബൊക്കെ വേണം തോന്നില്ലേ, ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈറ്റ് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് വാം ലൈറ്റ് സെറ്റ് ചെയ്തതിന് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയതാണ്. അപ്പം അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ലൈറ്റ്സ് ഓഫ്. നല്ല ഭംഗിയില്ലേ, അടിപൊളിയില്ല? ചില ദിവസം രാത്രികളിൽ ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് രസമാണ്. ഇതേ കണ്ടില്ല, ഇതിങ്ങനെ മാറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രകാശം കിട്ടും. നമുക്ക് അത്രയും പ്രകാശം വേണ്ട എങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അടിപൊളിയല്ലേ? പിന്നെ നമ്മുടെ ഇപ്പൊ നമുക്ക് വീണ്ടും ലൈറ്റ്സ് ഓൺ. ഏത് നമ്മുടെ സോഫയാണ്. അല്ലേ, ഇപ്പം നമുക്ക് എന്തെങ്കിലും അഥവാ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അപ്പുറത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ചേട്ടനാണെങ്കിലും ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് കട്ടിലേക്ക് കയറി ഇരിക്കാറില്ല. അപ്പം വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വർത്താനം പറയാറുണ്ട്, ചായ കുടിക്കാറുണ്ട്. ഒരു രസം. ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സോഫ. പിന്നെ ഇവിടെ താഴെ നോക്കുവാണെങ്കിൽ ഒരു മാറ്റുണ്ട് ഗൈസ്. ഇത് ഫേവറേറ്റ് മാറ്റാണ് കേട്ടോ. ഇത് ചേട്ടനാണെങ്കിൽ ഞാൻ ഇല്ലാത്ത ഒരു ദിവസം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ. പിന്നെന്തുവാ, അത്രയൊക്കെ ഉള്ളു. ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂമിന്റെ വിശേഷങ്ങൾ, ഞങ്ങളുടെ വിശേഷങ്ങൾ.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്ടറിൻ്റെ കണ്ടാലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഈ ഒരു ഭിത്തിയാണ് ഗൈസ് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുന്നത്. ചേട്ടൻ ആദ്യമേ പറഞ്ഞു ഈ ഭിത്തിക്ക് മാത്രം നീ ഒന്നും ചെയ്യരുത്, കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ടർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് പ്രൊജക്ടറും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലും. പിന്നെ ഗൈസ് ഞങ്ങളുടെ അലക്സ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, അലക്സയാണ് ഞങ്ങളെ രാവിലെ വിളിച്ചുണർത്തുന്നത്. അലാറം വെച്ചിട്ട് രാവിലെ വിളിച്ചുണർത്തുന്ന അലക്സയാണ്. അതുപോലെ തന്നെ പാട്ട് കേൾപ്പിക്കുന്ന അലക്സയാണ്. എല്ലാം ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ്. അപ്പൊ നമുക്ക് പ്രൊജക്ടർ കാണാം. ലൈറ്റ്സ് ഓഫ്. പറയട്ടെ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്ടറിന്റെ ഇതെന്ന് പറയുന്നത്. ഏതെന്ന് പറയുന്നത് പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭിത്തിക്ക് കൊടുത്താൽ ഗൈസ് ഇങ്ങനെ ഇരിക്കും. എനിക്കിതിന്റെ സെറ്റിങ്സ് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ചേട്ടനാണ് വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പണ്ടേ ഒരു സിനിമാ വിരോധിയാണ്. അതുകൊണ്ട് സിനിമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. ആകെ എനിക്ക് പാട്ടുകൾ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് പാട്ടുകൾ കേൾക്കും. എല്ലാം ഇറങ്ങുന്ന പുതിയ പാട്ടുകൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം ഞാൻ കാണാറില്ല. ഗൈസ്, ന്യൂസാണ്. നാട്ടിലാകെ വീണ്ടും മഴയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാൻ പേടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചുഴൽമലയിലെ ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി വരുന്നുണ്ട്. ഇവിടെ പക്ഷെ നല്ല ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ്. അഥവാ ഇപ്പം രാവിലെ 8 മണിയാകുമ്പം ആണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ആ സമയത്ത് തന്നെ ഭയങ്കര വെയിലാണ്. നമ്മൾ എനിക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഓഫീസുമായിട്ട്. നമ്മൾ നടന്ന് അവിടെ എത്തി കഴിയുമ്പോൾ തന്നെ ആകെ വിയർത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ച് ആകെ സീനാവും. തിരിച്ചു വരുന്നത് 2 മണിക്കാണ്. സെയിം രാവിലെ തന്നെ കാട്ടി വെയിലാണ് ഉച്ചയ്ക്ക്. കണ്ണൊക്കെ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടും ആകെ സീനാണ് ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം ലേബേഴ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഉച്ചയ്ക്ക് ലോങ് ബ്രേക്കാണ്. വെളുപ്പിനെ ജോലി തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 10 മണിയോ 11 മണിയോ ആകുമ്പോഴത്തേക്കും ജോലി കഴിയും. എന്നിട്ട് രാത്രിയാണ് വീണ്ടും വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ. നാട്ടിൽ മഴയോട് മഴ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ലൈറ്റ് ഇടാം, ഫൈൻ ചെയ്യാം. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.